Meet the editors. സർക്കാർ നിസ്സംഗമോ എന്നതാണ് ചോദ്യം. ബാലകൃഷ്ണൻ, ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം എത്ര തവണ സർക്കാർ ഉറപ്പ് നൽകിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പലതവണ നമ്മൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ തുറന്ന സമരത്തിലേക്ക് അവർക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. എന്താണ് എനിക്ക് തോന്നുന്നത്? സർക്കാർ നിസ്സംഗമാണോ? നോക്കൂ, 2024 ജൂലൈ 30 വയനാട്ടിലെ ഈ ചൂരൽമല മുണ്ടക്കൈയിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട ജനങ്ങളാണ് നമ്മളെല്ലാവരും, അല്ലേ? ആ ദൃശ്യങ്ങളൊന്നും നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാനുള്ള സമയവുമായിട്ടില്ല. 8 മാസം മുമ്പാണ് ആ ദുരന്തമുണ്ടാകുന്നത്. എന്താണ് നമ്മളവിടെ കണ്ടത്? ഉറ്റവരായ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ട മനുഷ്യർ, അല്ലേ? ഉണ്ടായിരുന്ന സ്വത്ത് അല്ലെങ്കിൽ വീട് അതൊക്കെ തകർന്ന് നാമാവിശേഷമായ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർ. അങ്ങനെ അങ്ങേയറ്റം ദുരിതത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ മുഖങ്ങൾ നമ്മളുടെ ഒന്നും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകേണ്ട സമയമായിട്ടില്ല. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് എന്താണ്? ഈ സമൂഹം ഒറ്റക്കെട്ടായി പറഞ്ഞത് എന്താണ്? ഇവരെ എല്ലാവരെയും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും, ഇവരെ മുഴുവൻ നമ്മൾ സഹായിക്കും, അവരെ മുഴുവൻ നമ്മൾ ശാക്തീകരിക്കും. ഈ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് കേരളം അവർക്കൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു, പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ജനവിഭാഗമാണ് നമ്മൾ, അല്ലേ? എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് അതേ മനുഷ്യർ പ്ലക്കാർഡുമായി വന്ന് ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് കേരളത്തോട് യാചിക്കുകയാണ്, ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന്. 8 മാസം കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യരൊക്കെ അതേ ദുരിതത്തിലും ദുഃഖത്തിലും ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വയനാട്ടിലെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം സർക്കാർ ചില പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തിയല്ലോ. ആ ഇടപെടലുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആദ്യം പരിശോധിക്കണമല്ലോ. ആദ്യം പ്രഖ്യാപിച്ചു 300 രൂപ വീതം ദിനബത്ത കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു, അല്ലേ? 3 മാസത്തേക്ക് ദിനബത്ത എന്നാണ് പ്രഖ്യാപിച്ചത്. ശരിയാണ്, 3 മാസത്തേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 3 മാസത്തിൻ്റെ ഒരു പ്രത്യേകത? അതൊരു പ്രത്യേക കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇവരെല്ലാം പുനരധിവസിക്കപ്പെടും എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 മാസത്തെ ദിനപത്ത പ്രഖ്യാപിക്കുന്നത്. 3 മാസത്തെ ദിനപത്ത പ്രഖ്യാപിച്ചു, അത് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോഴേ 8 മാസമായി, 5 മാസമായിട്ട് ആ മനുഷ്യർക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ പുനരധിവസിപ്പിക്കട്ടോ? അവരാരും ഒരു പുനരധിവാസ സ്ഥലത്തേക്ക് മാറിയിട്ടില്ല, അവർക്കാർക്കും വീടുകളും കിട്ടിയിട്ടില്ല, അവർക്കാർക്കും തൊഴിലെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ദിനപത്ത് എന്തായി? ദിനപത്ത് നിന്നു. ഇനി അതുമാത്രമല്ലല്ലോ, അന്ന് അവരെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു വാടക വീടുകളിലേക്ക്. എന്തായിരുന്നു സ്ഥിതി? വാടക കൃത്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കും എന്ന് പറഞ്ഞു. അതിനും ഒരു സമയം വെച്ചിരുന്നു, വാടക കൊടുത്തുകൊണ്ടിരുന്നു. ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വാടക കട്ടായി. എന്താ ഇപ്പോഴത്തെ അവസ്ഥയെന്നറിയാവോ? ഈ വാടക കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അന്ന് അവിടെ KSEBക്കാരും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും അവരുടെ ബില്ലുകൾ വേവ് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വേവ് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാവോ? ഈ വാടക കിട്ടാത്ത വീട്ടിലേക്ക് KSEBയുടെ ബില്ല് വരുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരുന്നുണ്ട്. ഈ ബില്ലെല്ലാം ഇവർ അടയ്ക്കണം, വാടകയും കൊടുക്കണം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ? നമുക്കറിയാമല്ലോ, ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ 2000 രൂപയുടെ ഫുഡ് കൂപ്പൺ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. 2000 രൂപയുടെ ഫുഡ് കൂപ്പൺ കൽപ്പറ്റയിലെ കളക്ടറേറ്റിൽ വന്നിട്ടാണ് ഈ മനുഷ്യരെല്ലാം ക്യൂ നിന്നിട്ട് ആ ഫുഡ് കൂപ്പൺ വാങ്ങിച്ചത്. ആ ഫുഡ് കൂപ്പൺ കൊടുത്തത് ഒരൊറ്റ പ്രാവശ്യമാണ്. ആ കൂപ്പണുമായിട്ട് മാവേലി സ്റ്റോറിൽ പോയിട്ട് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി ഈ വാടക വീട്ടിൽ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെല്ലാം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പട്ടിണിയിലേക്ക് പോയി. ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഒരു കെയറും അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടതെന്നേ. ഇനി ഞാൻ പറയട്ടെ, ഈ സ്കൂളുകളിലേക്ക് കുട്ടികളൊക്കെ പോയി തുടങ്ങി എന്ന് പറഞ്ഞു. ശരിയാണ്, സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ വീടുകളിലുള്ളത്, അവരൊക്കെ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളുമുണ്ട്. ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളിൽ ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുണ്ടെന്നേ. എന്താ പ്രശ്നം? അവർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് കണ്ടിട്ട് സ്പോൺസർമാരാണ് ആ പൈസ കൊടുത്തത്. ഞാനൊരു കണക്ക് പറയാം കേട്ടോ നിങ്ങളോട്. 740 കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന്, അല്ലേ? വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ 740 കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു. എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത്? നമ്മുടെ കണക്ക് പ്രകാരം 400 കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട്? ഈ സർക്കാരിൻ്റെ പക്കൽ ഇപ്പോൾ തന്നെ 2 കോടിയോളം കൊടുക്കാനുണ്ടേ. 2 കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരമായി കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല, ഫുഡ് കൂപ്പൺ കൊടുക്കുന്നില്ല, ദിനബത്ത കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ ഈ പറയുന്ന വാടക കൊടുക്കുന്നില്ല. ഈ എല്ലാ അസൗകര്യങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ കേരളം സംഭാവന ചെയ്ത പൈസ ട്രഷറിയിൽ കിടക്കുമ്പോഴാണ് എന്ന് ആലോചിക്കണം. അത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ അല്ല, 2 കോടിയോളം രൂപയാണ്. ഞാനൊരു കാര്യം പറയാം. ഈ കുടുംബശ്രീ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. മൈക്രോ ഫാമിലി പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. എന്തായിരുന്നു? ജീവനോപാധികൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. എന്താണ് ആ പ്രോജക്റ്റ്? ഇപ്പോൾ
പേപ്പർ ബാഗുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കുക. അതുപോലെ മൈലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവിടെ, മൈലാഞ്ചി യൂണിറ്റ് ഉണ്ടാക്കുക. അതുപോലെ കവുങ്ങിൻ്റെ ഈ പട്ട കൊണ്ട് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഉണ്ടാക്കുക. ചെറിയ ചെറിയ കടകൾ നഷ്ടപ്പെട്ടവർക്ക് ആ കടകൾ നിർമ്മിച്ചു കൊടുക്കുക. ഈ രീതിയിൽ കുടുംബശ്രീ ഒരു മൈക്രോ പ്രോജക്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ ചിലവ് ആകെ എത്രയാണെന്നറിയാമോ? 6.5 കോടി രൂപയുടെ പ്രോജക്റ്റായിരുന്നത്. ഈ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നേ ആ പ്രോജക്റ്റിലേക്ക്. നോക്കൂ, എന്തൊരു നിസ്സംഗതയാണ്. അതാണ് ഈ ചോദ്യം വളരെ കൃത്യമാണ്. സർക്കാർ നിസ്സംഗമാണെന്ന് ചോദിച്ചാൽ ഇതിനപ്പുറത്ത് എന്ത് ഉദാഹരണമാണ് വേണ്ടത്? ഒരു പൈസയും കയ്യിലില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, തങ്ങളുടെ തൊഴിലും നഷ്ടപ്പെട്ട്, വീടും നഷ്ടപ്പെട്ട്, ഉണ്ടായിരുന്ന എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും നഷ്ടപ്പെട്ട് അനാഥരായി നിൽക്കുന്ന മനുഷ്യർ കഴിഞ്ഞ 8 മാസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരെയും അടുത്ത നിമിഷം തന്നെ നമ്മളങ്ങ് പുനരധിവസിപ്പിക്കാൻ പോവുകയാണ്, അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ആ പ്രതിജ്ഞ എടുത്തിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തത്? നിങ്ങൾക്ക് വേറെ കാര്യം അറിയാമോ? 42 വളരെ സീരിയസ് ആയ രോഗികളുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. ഈ മനുഷ്യരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ വെയിൻ പൊട്ടിപ്പോയ ആളുകളുണ്ട്. അതേപോലെ തന്നെ നട്ടലിന് ഓപ്പറേഷൻ എടുക്കേണ്ടി വന്ന ആളുകളുണ്ട്. പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നിട്ടുള്ള ആളുകളുണ്ട്. ഈ 42 ആളുകൾ വളരെ ഗുരുതരമായ പരിക്കുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയുന്നില്ല. ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഈ വിഭാഗത്തോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അത് അതിദയനീയമാണ്, ദാരുണമാണ്. ഒരു കാര്യവും അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളം പോലെ പ്രബുദ്ധമായൊരു സമൂഹത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ഉത്തരവാദിത്തമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ദുരന്തമുണ്ടായി, ദുരന്ത മുഖത്തേക്ക് എത്തിച്ചേർന്ന എത്രയോ മനുഷ്യന്മാർ എത്ര വലിയ ഔദാര്യത്തോടുകൂടി എത്ര വലിയ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആരും തന്നെ അതിൻ്റെ പിന്നിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഈ റിപ്പോർട്ടർ TV അടക്കം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നല്ലോ അല്ലേ? ഒരു ടൗൺഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഞങ്ങൾ ആളുകളെ പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞൊരു ചാനലല്ലേ ഇത്? എന്നിട്ട് എന്താ സർക്കാർ പറഞ്ഞത്? സർക്കാർ ചെയ്യും എന്നാ പറഞ്ഞത്. ശരി, സർക്കാർ ചെയ്യട്ടെ, സർക്കാരിനാണല്ലോ പ്രാഥമികമായ ഉത്തരവാദിത്വം. കോൺഗ്രസ് പറഞ്ഞു 100 വീട് കൊടുക്കും അല്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞു 100 വീട് കൊടുക്കും എന്ന് പറഞ്ഞു. ലീഗ് പറഞ്ഞു 100 വീട് വെക്കും എന്ന് പറഞ്ഞു. DYFI പറഞ്ഞു 30 വീട് വെക്കും എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് വെക്കും എന്ന് പറഞ്ഞു. KCBC പറഞ്ഞു. അങ്ങനെ പല സംഘടനകൾ പറഞ്ഞു. കൂടാതെ സ്വകാര്യ വ്യക്തികൾ പറഞ്ഞു ഞങ്ങൾ വീട് വെക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം അറിയുന്നത് 100 വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി ലീഗ് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ കർണാടക സർക്കാർ പറഞ്ഞില്ലേ 100 വീട് ഞങ്ങൾ ചെയ്തു തരാമെന്ന്. തെലങ്കാന സർക്കാർ പറഞ്ഞില്ലേ 100 വീട് ഞങ്ങൾ ചെയ്തു തരാമെന്ന്. ഒരനക്കവും വെച്ചില്ല. എന്താ പറഞ്ഞത്? ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്നാണ് പറഞ്ഞത്. 8 മാസം കഴിഞ്ഞ് ഈ 27-ാം തീയതി തറക്കല്ലിടാൻ പോവുകയാണ്. എന്താ സ്ഥിതി? ഈ പറയുന്ന ഇന്നത്തെ വാർത്ത എന്താ? എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആദ്യം തന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും അങ്ങോട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ലാൻഡ് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അത് കോടതി കേസായി. അവിടുന്ന് പ്രതിസന്ധികൾ തുടങ്ങുകയാണ്, പ്രതിബന്ധങ്ങൾ തുടങ്ങുകയാണ്. ടൈറ്റിൽ സൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ തർക്കം നടക്കുന്നു. ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം നിങ്ങൾ ഭൂമി എടുത്തുള്ളൂ, പൈസ കൊടുത്താൽ മതി എന്ന് കോടതി പറയുന്നു. മുന്നോട്ട് നീങ്ങുന്നില്ല, 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങുന്നില്ല, പ്രതിസന്ധി തുടരുന്നു. അതേസമയം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളിപ്പോൾ ഇത്രയും സ്പോൺസേഴ്സ് വന്നല്ലോ, സർക്കാരിന് ഒരു മീറ്റിംഗ് വിളിക്കാം. മീറ്റിംഗ് സർക്കാർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. സർക്കാരിന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് സ്പെസിഫിക്കേഷൻ പറയാമല്ലോ, ഇന്ന രീതിയിൽ വേണം വീടുകൾ വെക്കാൻ. അത് ഇനിയൊരു ദുരന്തം വന്നാൽ അതിനെ തടുക്കാൻ പറ്റുന്ന പ്രതിരോധശേഷിയുള്ള വീടുകളായിരിക്കണം. ആ രീതിയിലുള്ള സ്പെസിഫിക്കേഷനോടുകൂടി ഈ സ്പോൺസർമാർക്ക് ഈ അനുവാദം കൊടുത്തിരുന്നുവെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ ആളുകൾ ആ വീട്ടിൽ കയറി താമസിച്ചു കഴിഞ്ഞാൽ ഏതായാലും വീടുകൾ തയ്യാറായിട്ടുണ്ടെന്നേ ഇതിനോടകം തന്നെ. അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. വേറൊരു തമാശ എന്താ? ഇന്നിപ്പം എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി മാത്രം മതി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അത്രയും വീടുകൾ നിർമ്മിച്ചാൽ മതി. എന്താ കാര്യം? ആളുകൾ അവിടെ പോയിട്ട് പറഞ്ഞേ, ഇന്ന് നിങ്ങൾ വീടൊന്നും നിർമ്മിക്കേണ്ട, ഉള്ള പൈസ ഇങ്ങനെ തന്നാൽ മതി, 15 ലക്ഷമെങ്കിൽ 15 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ആ പൈസ വാങ്ങിച്ച് പോകാൻ നിൽക്കുകയാണ്. ആ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുക. എന്താ കാര്യം? കാത്തിരിക്കുകയാണെന്ന്. ഇത് എന്നങ്ങ് ശരിയാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന വീടുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് കൂടി പറഞ്ഞു തരാം. 7 സെൻറ്റിലേക്കാണ് ഈ പറയുന്ന വീട് വെക്കാൻ പോകുന്നത്. 1000 ചതുരശ്ര അടിയുടെ വീടാണ്. നല്ല പ്രോജക്റ്റാണ്, അക്കാര്യത്തിനകത്തൊന്നും എനിക്ക് സംശയമില്ല. അപ്പം നല്ലൊരു വീട് തന്നെയാണ്. പ്ലാൻ പ്രകാരമാണെങ്കിൽ ഒരു ലിവിംഗ് റൂമുണ്ട്, ഡൈനിങ് റൂമുണ്ട്, അടുക്കളയുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുണ്ട്, സ്റ്റഡി സ്പേസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു നിലയാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ അടിത്തറ വളരെ ശക്തമായിട്ടാണ് പണിയുന്നത്. കാരണം വേണമെങ്കിൽ ഭാവിയിൽ ഒരു നില കൂടി വെക്കാൻ പാകത്തിൽ ആ രീതിയിലാണ് ആ വീടുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ അംഗനവാടി, അതേപോലെ ഹോസ്പിറ്റൽ സൗകര്യം, കളിസ്ഥലം, ഈ രീതിയിൽ ഒരു ഓപ്പൺ മാർക്കറ്റ്, ഈ രീതിയിലൊക്കെയാണ് ആ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന മനുഷ്യരാരും ഈ 7 സെൻറ്റ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇന്നത്തെ ഭൂരിഭാഗം ആളുകളും ക്ഷീര കർഷകരാണ്, പശുക്കളെയൊക്കെ വളർത്തുന്ന ആളുകളാണ്. അവർ വേറൊരു തരത്തിലുള്ള ഇക്കോ സിസ്റ്റത്തിൽ ജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് അവരുടെ തൊഴിലുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്താണ് അവർ യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിക്കപ്പെടേണ്ടത്. ഇനി അത് മാത്രവുമല്ല, ആദ്യം ഈ സർക്കാർ പറഞ്ഞത് എന്താണെന്നറിയോ? പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരെയാണ് ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അത് കഴിഞ്ഞ് ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടാമത്തെ ലിസ്റ്റിൽ ഇടം നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമരം നടക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ വീടുകൾ നിലനിന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതൊന്നും പൂർണ്ണ
പൂർണ്ണമായി നഷ്ടപ്പെടുകയോ ഭാഗികമായി നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവിടുത്തെ വഴി മുഴുവൻ പോയി, ആ ഏരിയ ഒറ്റപ്പെട്ടു പോയി, അവിടെ ഒന്നുമുള്ള ആളുകൾക്ക് ഒരു പരിഗണനയും ഈ ലിസ്റ്റിൽ കിട്ടുന്നില്ല. ഈ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയ ആളുകളെ അടക്കം നമ്മൾ പുനരധിവസിപ്പിക്കുന്നല്ലേ ഒരു സർക്കാർ തീരുമാനിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത്, നമ്മൾ ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെ അങ്ങ് സംരക്ഷിച്ച് കളയുന്നു പ്രതിജ്ഞയെടുത്ത ജനങ്ങളാണ്, അങ്ങനെ പ്രതിജ്ഞയെടുത്ത സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് ദിനംപ്രതി കൊടുത്തുകൊണ്ടിരുന്ന പൈസ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഈ നിമിഷം വരെ അവർ പുനരധിവസിക്കപ്പെട്ടിട്ടില്ല. അവരുടെ വീട്ടുവാടക കൊടുക്കുന്നില്ല. അവർക്ക് വീട്ടുവാടക കിട്ടാതിരിക്കുമ്പോൾ തന്നെ KSEBയുടെയും വാട്ടർ അതോറിറ്റിയും പിന്നെ അടയ്ക്കേണ്ടി വരുന്നു. അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നില്ല. അവരുടെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ ഫീസ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ചികിത്സ കിട്ടേണ്ടവർക്ക് ചികിത്സയും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ അർത്ഥത്തിൽ 8 മാസം കഴിയുമ്പോഴും ദുരന്തം എന്താണോ അവർ നേരിട്ട ദുരന്തം, അതിനുശേഷം ഈ ജീവിച്ചിരിക്കുന്നതിനകത്ത് തന്നെ ഇനി എന്തർത്ഥമാണ് ഉള്ളതെന്ന് തോന്നുന്ന വിധത്തിൽ മെൻ്റൽ ട്രോമയിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. മാനസികമായ പിരിമുറുക്കത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും പോകുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. കുറേ ആളുകൾ വന്ന് ഞങ്ങൾക്ക് കുറേ ഉറപ്പുകൾ നൽകി, സർക്കാരും ഉറപ്പ് നൽകി, പക്ഷേ ആരും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ന് കാണുന്ന വിഷ്വൽ ഉണ്ടല്ലോ, നിങ്ങൾ കാണണമെന്നേ, പ്ലക്കാർഡ് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്നു, കുട്ടികളും സ്ത്രീകളും അടക്കം, ഞങ്ങളെ ഒന്ന് രക്ഷിക്കും, ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കേരളം പോലൊരു സംസ്ഥാനത്തുണ്ടാകുന്നത് ശരിയാണോ? 400 കുടുംബങ്ങളുടെ പ്രശ്നമാണ്, പരമാവധി 1200 1500 മനുഷ്യന്മാരുടെ പ്രശ്നമാണ്. അത്ര എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാം. ആ പൈസ ട്രഷറി കിടക്കുമ്പോഴാണെന്നേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. 300 രൂപ കൊടുക്കാൻ കഴിയാത്തത്, കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാത്തത്, ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത്, 740 കോടി രൂപയാണ് ഈ കേരളം പിരിച്ചു കൊടുത്തത് ഈ സർക്കാരിന്. അപ്പോൾ സർക്കാർ പൂർണ്ണമായും ഇക്കാര്യത്തിൽ നിസ്സംഗത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിസ്സംഗമായ സമീപനമാണ്. ഇടയ്ക്കിടയ്ക്ക് കെ രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി വന്നിരുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തും എന്നുള്ളതല്ലാതെ പിന്നെ എപ്പോഴും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയെക്കുറിച്ചൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്, കാരണം ആദ്യം കേരളം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ടല്ലോ, നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ആ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ കേരളം എത്രമാത്രം പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സർക്കാരും പരിശോധിക്കണം, ഭരിക്കുന്ന പാർട്ടിയും പരിശോധിക്കണം, കേരളത്തിലെ ജനങ്ങളും പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വയനാട്ടിലെ ഈ മനുഷ്യരെ ജൂലൈ 30 രാത്രിയിൽ എങ്ങനെയാണോ ആ മനുഷ്യമുഖങ്ങൾ നമുക്ക് മുമ്പിൽ വന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞത്, അതേ അവസ്ഥയിൽ തന്നെ അവരിപ്പോഴും തുടരുന്നു 8 മാസങ്ങൾക്ക് ശേഷവും എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങേയറ്റം ഗതികെട്ടൊരു കാര്യമാണ്. ഈ സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്താണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതിമനോഹരമായ ഒരു ടൗൺഷിപ്പ് അങ്ങുണ്ടാക്കും. ഈ ടൗൺഷിപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നിർവഹിക്കും. എത്ര സമയം എടുക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്യപ്പെടുമെന്നേ കേരളത്തിൽ. എന്താണ് വയനാട് പുനരധിവാസം അത്ര ഗംഭീരമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. കോവിഡ് കാലത്ത് വളരെ മനോഹരമായിട്ട് ആ ദുരന്തത്തെ നന്നായി ഇലക്ട്രലി ഉപയോഗിച്ച ഒരു മെക്കാനിസം ഉണ്ടല്ലോ CPMൻ്റെയും സർക്കാരിൻ്റെയും. അതേപോലൊരു സാധനമായിട്ട് ഈ ഷോക്കേസ് ചെയ്യപ്പെടാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണോ ഇത് എന്ന് പോലും രാഷ്ട്രീയമായൊരു സംശയം ഉണ്ടായാൽ ആ സംശയത്തൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. സർക്കാർ വരുത്തിയ ഈ വീഴ്ചയ്ക്ക് മുമ്പിൽ നിസ്സംഗമായി കേരളം നിന്നുകൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ മനുഷ്യർ ഇപ്പോഴും ഏത് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരാണോ അതിനേക്കാൾ വലിയ മാനസിക ദുരന്തത്തിലാണ് ഇപ്പോൾ ആ മനുഷ്യർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ എൻ്റെ മറുപടി, ഈ സംസ്ഥാന സർക്കാർ വയനാട് വിഷയത്തിൽ നിസ്സംഗമാണ് എന്ന് തന്നെയാണ്. അഭിപ്രായം എന്ന് പറയുന്നത്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളും രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ ആ നാട്ടിലെ എല്ലാവരും തന്നെ എനിക്കറിയാം. ഇന്ന് സമരം ചെയ്തതിൻ്റെ മുൻപന്തിയിൽ നിന്ന ആൾക്കാരെ അടക്കം എനിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തമുണ്ടായ സമയം തുടങ്ങി ഏകദേശം 11 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതറിയാം. ആ ദിവസം കണ്ട കണ്ണീരിൻ്റെയും പാവപ്പെട്ട ജനങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്നതും എത്രയോ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും 1 ഇഞ്ച് പോലും ഈ സമയത്ത് മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യം നടന്നിട്ടില്ല അവിടെ. മഴ മാറി എന്നുള്ളതിനേക്കാളും അപ്പുറം അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് മാർച്ച് മാസമാണ് അല്ലേ? ഏപ്രിൽ മെയ് ജൂൺ മാസം മഴയാണ്. ഇപ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്കാണ് പല ആളുകൾ താമസിക്കുന്നത്. ആദ്യത്തെ മാസങ്ങളിൽ അവർക്ക് വാടക കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? ഈ വാടക കൊടുക്കാത്തത് കൊണ്ട് അവരെ വാടക വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന അവസ്ഥയാണ് പല ഓഫീസുകളും. പല ആൾക്കാരും ഇവരുടെ ചീത്തയും വഴക്കും കേട്ടിട്ട് പല വീടുകളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി. അവരുടെ കയ്യിൽ അവരുടെ അടുത്ത് പണം എന്ന് പറയുന്ന സാധനം ഇല്ല, 1 രൂപയില്ല. ചികിത്സയ്ക്ക് അവരുടെ കയ്യിൽ പണമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയൊന്നുമല്ലല്ലോ ഇത് നടക്കുന്നത്. പക്ഷേ വയനാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരാൾ പോലും, ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നു, ഒരാൾ പോലും ഇതിനൊരു കേപ്പബിലിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇതുമായി മുന്നോട്ട് നടപ്പിലാക്കാൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ പോലും എടുക്കട്ടെ, ഇൻക്ലൂഡിങ് കലക്ടറെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കലക്ടർ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ പോലും അല്ല. ഞാൻ ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം, ഈ നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഞാൻ പറയും, എനിക്കറിയാവുന്ന കാര്യമായിരുന്നു നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന്. അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? അത് ഹാരിസൺ മലയാളത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഹാരിസൺ മലയാളത്തിന് കൈവശം വെച്ചിരിക്കുന്നത്. ഹാരിസൺ മലയാളം ആ ഒരു പ്രോപ്പർട്ടി വിട്ട്
നൽകിയാൽ കേരളത്തിലെ മുഴുവൻ പ്രോപ്പർട്ടികളും അവർക്ക് വിട്ടു നൽകി. കാരണം അതെല്ലാം എന്ത് പ്രോപ്പർട്ടിയാണ്? ലീസ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് ആ ലീസ് പ്രോപ്പർട്ടി വിട്ടു നൽകാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് അവർ അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമ പോരാട്ടവുമായി സർക്കാർ ഇറങ്ങണം. ആ സ്ഥലം അവർ ഏറ്റെടുക്കാൻ കഴിയില്ല, അത് എടുക്കാൻ പോകുന്നില്ല. അത് അന്നേ അറിയാം നമുക്ക് എന്ത് സംഭവിച്ചു. ഇപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എൽസ്റ്റൺ എസ്റ്റേറ്റ്. എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സർക്കാർ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലമാണ്. പക്ഷേ എന്താണ് അവിടെ പ്രശ്നം? അവിടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തൊഴിലാളികളുണ്ട് ആ എസ്റ്റേറ്റിൻ്റെ അകത്ത്. വർഷങ്ങളായിട്ട് PF-ഉം ESIയും കുടിശ്ശികയുണ്ട് ആ എസ്റ്റേറ്റിൻ്റെ അകത്ത്. ഇതുവരെ അതുമായിട്ട് ചർച്ചകൾ പോലും നടന്നതായിട്ട് എനിക്കറിയില്ല ആ സ്ഥലത്ത്. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് 400 പേരെ അവിടെ കുടിവശിക്കാൻ വേണ്ടിയിട്ട് 500 പേരെ അവിടുന്ന് പുറത്താക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പം നിരവധി പ്രശ്നങ്ങൾ അതുമായി ബന്ധം. ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സർക്കാരിന് പ്രോപ്പറായിട്ടൊരു ഐഡിയ ഉണ്ട് എന്നുള്ളത്. കാരണം എന്താണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 500 വീടുകളെ സെലക്ട് ചെയ്യാൻ ഇത്ര നാളായിട്ട് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇന്നും ലിസ്റ്റ് കൊടുക്കുന്നു, തിരുത്തുന്നു, ലിസ്റ്റ് കൊടുക്കുന്നു, തിരുത്തുന്നു, പിന്നെ പുതിയ ലിസ്റ്റ് വരുന്നു, അടുത്ത ലിസ്റ്റ് വരുന്നു, ദുരിതം ബാധിച്ചവരെ ലിസ്റ്റ് വരുന്നു, ബാധിക്കാൻ സാധ്യതയുള്ളവർ ലിസ്റ്റ് വരുന്നു, താമസിക്കുക അല്ലാത്തവർ ലിസ്റ്റ് വരുന്നു. നിരവധി ലിസ്റ്റുകൾ ഇന്നും ഓരോ ദിവസം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് സമരം നടത്തുന്നവരും പറയുകയാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവർ എത്ര പേരുണ്ട് സാറേ? 500 ആൾക്കാരേ ഉള്ളൂ. 500 വീടുകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗതികേട് ആലോചിക്കണം എന്നുള്ളതാണ്. 8 മാസമായി ഈ ദുരന്തം നടന്നിട്ട് 8ാമത്തെ മാസമാണെന്ന്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വയനാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയാം എൽസ്റ്റൺ എസ്റ്റേറ്റ്. കാരണം കൽപ്പറ്റ ടൗണിൽ നിരപ്പായ സ്ഥലത്ത് 1.5 കിലോമീറ്റർ നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ഏറ്റവും വൃത്തിയായ സ്ഥലം എന്നുള്ളത് പറയാം. പക്ഷേ അവിടെ പോലും ആൾക്കാർ സ്ഥലം വേണ്ട എന്ന് പറയുന്നു. എന്താണ് അതിന് കാരണം? ആ കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഈ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താണ്? വയനാട്ടിൽ 1 ഏക്കർ സ്ഥലം കിട്ടാൻ 20-25 ലക്ഷം രൂപ മതി. 1 ഏക്കർ സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? ഈ ചൂരൽമല ഏരിയയിലുള്ളവരായാൽ പോലും വയനാട്ടിലെ ആരാലും കൃഷി എടുത്ത് ജീവിക്കുന്നവരാണ് 85% ആൾക്കാരും. 15% മാത്രമേ ജോലികളും ബിസിനസ്സുമായിട്ട് ഇറങ്ങുള്ളൂ. ബാക്കി 85% ആൾക്കാരും ഈ പറഞ്ഞ കർഷകരാണ്. ഈ പറഞ്ഞ ചൂരൽമല മുണ്ടക്കൈ ഏരിയയിലുള്ള എല്ലാവരും കർഷകരാണ്. അവരുടെ നാട്ടിൽ ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയി 1 ഏക്കർ സ്ഥലം 15 ലക്ഷത്തിനോ 20 ലക്ഷത്തിനോ കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സർക്കാർ ഒരു 20 ലക്ഷം തരുവാണെങ്കിൽ അവർക്ക് ഒരു 1/2 ഏക്കർ സ്ഥലവും ഒരു വീടും സുഖമായിട്ട് അവരെ സ്ഥലത്ത് വെക്കാം, അവർ ഉദ്ദേശിക്കുന്ന ശൈലിയിൽ വെക്കാം. അതുകൊണ്ടാണ് ഈ 125 ആൾക്കാരുടെ മീറ്റിംഗ് എടുത്തിട്ടും ഒരാൾ ആ 22 പേരെ സമ്മതപത്രം എഴുതി കൊടുത്തുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടൗൺഷിപ്പിൽ വന്നിട്ട് കിടക്കേണ്ട ആൾക്കാരായിട്ട് അവർ വയനാട്ടുകാരെ കാണുന്നില്ല എന്നുള്ളതാണ്. വയനാട്ടുകാരുടെ വികാരം മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെങ്കിലും അവിടെ അപ്പോയിൻറ്റ് ചെയ്യണം. ഒരാളെ, ഞാൻ പറയുന്നത് ബോധത്തോടും വിവരത്തോടും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളെങ്കിലും അവിടെ അപ്പോയിൻറ്റ് ചെയ്യണം. അവൻ്റെ സംബന്ധിച്ചിടത്തോളം പിന്നെ 20 ലക്ഷം രൂപ എൻ്റെ വീട് വെച്ച് കൊടുക്കുന്നു, 1000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചു. അപ്പോൾ നോർമലി എൻ്റെ ഒരൊറ്റ സിമ്പിളായിട്ടുള്ള ചോദ്യം എന്താണ്? 7 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നു. അത് 7 സെൻറ്റ് സ്ഥലം എവിടെ നിന്ന് കൊടുക്കണം? നമ്മൾ സ്ഥലം വില കൊടുത്ത് വാങ്ങേണ്ടേ? സർക്കാരിന് ഫ്രീ ആയിട്ട് എസ്റ്റേറ്റ് കൊടുക്കുന്നില്ലല്ലോ, വില കൊടുത്ത് വാങ്ങണം. 20 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഏകദേശം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ, ഒരു 25 ലക്ഷം രൂപ ഒന്ന് അപ്രോക്സിമേറ്റ് വെച്ചോ. ഈ 25 ലക്ഷമെങ്കിലും ഈ സ്ഥലം വേണ്ടാത്തവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് എങ്ങനെയാണ് അത് 15 ലക്ഷമായി കുറയുന്നത്? അത് എവിടുത്തെ ന്യായമാണ്? അപ്പം ആ ന്യായം എന്ന് പറയുന്നത് ഇരട്ട നീതിയല്ലേ? ആ നീതി എന്ന് പറയുന്നത് ജനങ്ങളെ അതിൻ്റെ അകത്തുനിന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രമായിട്ട് വേണ്ടേ കാണാൻ വേണ്ടിയിട്ട്? അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. ഇനി ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? 150 ഏക്കറിൽ തന്നെ എസ്റ്റേറ്റ് ടൗൺഷിപ്പ് പണിയുന്നത് എന്തിനാണ് നിർബന്ധം? ഈ പറയുന്ന ദുരന്തം ഉണ്ടായാലും ഈ ടൗൺഷിപ്പ് ഉണ്ടാവില്ലായിരുന്നല്ലോ. ദുരന്തം ഉണ്ടായതുകൊണ്ടും ഇത്രയധികം പാവങ്ങളുടെ കണ്ണീര് വീണുകൊണ്ടാണല്ലോ ഈ ടൗൺഷിപ്പ് ഉണ്ടായത്. എത്രയാണോ എസ്റ്റേറ്റ്, ഇപ്പോൾ 25 ലക്ഷം രൂപയാണ് ഒരു എസ്റ്റേറ്റ് പണിയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെക്കുക, ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് വെക്കുക. മൊത്തം മുടക്കി 25 ലക്ഷമാണെങ്കിൽ ആ 25 ലക്ഷം വേണ്ടവർക്ക് കൊടുക്കട്ടെ എന്നേ. അവരെ ഇഷ്ടത്തിന് ജീവിക്കണ്ടേ? എന്തിനാ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണേ? അത് കഴിഞ്ഞിട്ട് ബാക്കി 100 വീടേ ഉള്ളൂ. ആ 100 വീട് ഈ പറയുന്ന ടൗൺഷിപ്പിൽ പണിത് കൊടുത്താൽ മതി. 25 ഏക്കറോ 30 ഏക്കറോ സ്ഥലം മതിയാവും. ഈ പറയുന്ന സ്ഥലപരിമിതിയൊന്നും വയനാട്ടിലില്ല. വയനാട്ടിൽ ഉണ്ടാകുന്ന സ്ഥലപരിമിതി എങ്ങനെയാണ്? സ്ഥലപരിമിതി എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റുകൾ കിട്ടാനില്ല. 100 ഏക്കറും 150 ഏക്കറും സ്ഥലം ഒന്നിച്ച് കിട്ടാനുണ്ടാവില്ല. അവിടെയാണ് സ്ഥലപരിമിതി. അല്ലാതെ 1/2 ഏക്കറും 1 ഏക്കറും 2 ഏക്കറും സ്ഥലം ഞാൻ മേടിച്ചു തരാം. 500 ഏക്കർ 500 വീട്ടുകാർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളത് മനസ്സിലാക്കുന്നില്ല, അത് ആൾക്കാരോട് പറയുന്നില്ല. ഇന്നത്തെ സംവിധാനം, നിങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് സംഘടിപ്പിക്കാം. ആ ലൈവ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ വീട് വേണം, നിങ്ങൾക്ക് എത്ര സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അവൻ കണ്ടെത്തിയിട്ടുണ്ടാവും സ്ഥലം. അവിടെയുള്ള ജനങ്ങൾ അങ്ങനെയാണ്. ആ സ്ഥലം കണ്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു വീടും ഒരു സ്ഥലവും കൊടുക്കാനുണ്ട്, 25 ലക്ഷം രൂപ കൊടുത്താൽ മതി. അവൻ മനസ്സിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് 15 ലക്ഷം രൂപയ്ക്ക് എഴുതി കൊടുത്തല്ലോ ഒരാൾ പോയിട്ട്.
15 ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ. കാരണം എന്താ? കാരണം അവന് 15 ലക്ഷം രൂപയ്ക്ക് അവന് വേറെ ജീവനോപായം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ടല്ലേ. 8 മാസമായിട്ട് അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് 720 വേണ്ട സാറേ, 750 കോടിയും വേണ്ട, 200 കോടി രൂപ താഴെ പോലും വേണ്ട. ഈ പറഞ്ഞ 450 പേർക്ക് വീട്ട് വെക്കാൻ വേണ്ടിയിട്ട് 25 ലക്ഷം ഇൻറ്റു എത്രയാ 400 വീടിന് എത്ര പൈസ വേണം? 100 കോടി രൂപയല്ലേ വരുള്ളൂ അല്ലേ? ഇനി 200 കോടി കൂട്ടിക്കോ. 200 കോടി വെച്ച് കൊടുത്താൽ എത്ര ആൾക്കാർക്ക് വേണം? വീട് നഷ്ടപ്പെട്ടവരെ എണ്ണം എത്രയാ? പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട എത്രയാ? 95 98 വരെയല്ലേ ഉള്ളൂ. 100 പേരുടെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് വീട് പൈസ കൊടുക്കണേ എത്ര പൈസ വേണം? ഇതൊരു സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വയനാട്ടിലെ ജനങ്ങളെന്നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ഇത് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യുന്നത് എന്താണ്? ഇത് സർക്കാർ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഇതുപോലെ ഒരു ടൗൺഷിപ്പ് പണിയണം എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ, ഞാനിപ്പോൾ പറയാം, ഈ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ആ ഓഫീസിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നുണ്ട്. അവരെ പണി എന്താ അറിയോ? ഒരു പണിയില്ല, രാവിലെ വരെ തിരിച്ചു പോകാം. കാരണം എലക്ഷൻ എസ്റ്റേറ്റ് മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ, വേറെ സ്ഥലം ഏറ്റെടുക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസ് വെച്ചിരിക്കുകയാണ്. ആ ഓഫീസിൽ വന്ന് ഇവർ തിരിച്ചു പോവുക. എലക്ഷൻ എസ്റ്റേറ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, കോടതിയും കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇതുവരെ ആ സ്ഥല ഉടമയായിട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. കോടതി സ്ഥലം ഏറ്റെടുത്തോളം പറഞ്ഞു, ഏറ്റെടുത്തോളം പറഞ്ഞു. ഇനി അതിൻ്റെ മേലെ എന്തൊക്കെ സംവിധാനങ്ങൾ വരുമെന്ന് ആർക്കറിയാം? ഒന്നും അറിയില്ല. 27-ാം തീയതി തറക്കല്ലിടാം എന്ന് പറഞ്ഞു. ഇനി 27-ാം തീയതി തറക്കല്ലിട്ടാൽ തന്നെ എത്ര നാൾ വേണം? വയനാടാണ്, 3 മാസം മഴയായിരിക്കും. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മഴയാണ്. അത് കഴിഞ്ഞിട്ട് വേണ്ട ഇത് പണി തുടങ്ങിയത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഒരു പ്ലാനിങ് സത്യം പറഞ്ഞാൽ ഈ സമയം വരെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇനി എന്താണ്? ഇന്നും മീറ്റിംഗ് പറയുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. എല്ലാം തീരുമാനിക്കാതെ ഒരു സഡൻ ഡിസിഷൻ ഇല്ലാന്നേ. സഡൻ ഡിസിഷൻ ഇല്ല. നിങ്ങൾ വിശന്ന് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വായിൽ മുഴുവൻ ഫുഡ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇന്നാണ് ആവശ്യം, ഇന്ന് രോഗിനെ ചികിത്സിക്കുന്ന ഇന്ന് ആവശ്യം വേണം. ഇവർക്കൊരു ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ട്, ഈ സമയം വരെ ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് ആ മെഡിക്കൽ ഒരു DMOനെ അപ്പോയിൻറ്റ് ചെയ്താൽ പോരെ? ഒറ്റയാളെ അപ്പോയിൻറ്റ് ചെയ്താൽ പോരെ? ഇവർക്ക് വേണ്ട ചികിത്സാ സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ഒറ്റയാളെ അപ്പോയിൻറ്റ് ചെയ്താൽ പോരെ? ഈ പറയുന്ന 250 റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വേണ്ടല്ലോ. ഈ 150 200 വീട്ടുകാർക്ക് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് പ്രോപ്പറായിട്ട് വാടക കൊടുക്കാൻ വേണ്ടി എത്ര ആൾ വേണം? ഇവിടുത്തെ സാധാരണ എറണാകുളത്തെ ബ്രോക്കർമാരുണ്ടല്ലോ, 500-600 വീടെടുത്ത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. സാധാരണ ബ്രോക്കർമാരുടെ കാര്യം ഞാൻ പറയുന്നത്. അവർ പോയിന്ന് ചെയ്തതുപോലെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീട്ടിലേക്ക് അരി മേടിച്ചു കൊടുക്കാനും പച്ചക്കറി സാധനം മേടിച്ചാലും മാവേലി സ്റ്റോറുകൾ ഇഷ്ടംപോലെ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഒരു സ്റ്റോറിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പോരെ? ഈ സ്റ്റോറിൽ പോയാൽ ഈ പറയുന്ന ദുരന്തബാധിതർക്ക് ഫ്രീ ആയിട്ട് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് കൊടുത്താൽ പോരെ? കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്ക് റേഷൻ കാർഡ് കൊടുത്തിട്ടില്ലേ? ഒരു കാർഡ് ഈ പറഞ്ഞ 200 പേർക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മാവേലി സ്റ്റോറിൽ പോയി ഫുഡ് മേടിച്ചോളാം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? ഇത് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥരെ ചെയ്തത്. ഇങ്ങനെ പോലും പ്രാപ്തി ഇല്ലാതെ ഒരു സംവിധാനത്തെ വയനാട്ടിൽ ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് രാഷ്ട്രീയം. അതിൻ്റെ ഇടയ്ക്ക് BJPൻ്റെ സമരം വേറെ, കോൺഗ്രസിൻ്റെ സമരം വേറെ, പിന്നെ CPMൻ്റെ കേന്ദ്രത്തിലെതിരെ. എന്ത് കേന്ദ്രമാണ് ഇതിൻ്റെ ഭാഗത്തുള്ളത്? 750 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് 500 കോടി രൂപ കേന്ദ്രത്തിൻ്റെ കയ്യിൽ വാങ്ങി വെച്ചിട്ട് അത് നിങ്ങൾ തിരിച്ചടവുള്ളത് വയനാട്ടിൽ ഈ ദുരന്ത പാവങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നമാണ് അല്ലേ? ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കി കൊടുക്കേണ്ട. ഞാനിത് ഒരിക്കലും കേരളത്തിനെ കുറ്റപ്പെടുന്നില്ല. പക്ഷേ എന്താണ്, ഈ കാര്യം പ്രാപ്തിയോടുകൂടി ചെയ്യാൻ ഏതെങ്കിലും ഒരാൾ ഈ മന്ത്രിസഭയിലെയോ മന്ത്രിയായിട്ടോ, അത് മുഖ്യമന്ത്രിയെ തേർത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒരു ടൗൺഷിപ്പർ പ്രഖ്യാപിച്ചിട്ട് ഞാനൊരു ലെറ്റർ കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഈ സമയം വരെ നമ്മൾ വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു മെയിൽ വന്നു, ഒരേ ഒരു മെയിൽ. അതിനെന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കുക എന്നുള്ളത്. അതിന് അപ്പം തന്നെ ഞാൻ മറുപടി, ഏത് സമയം കാലം എപ്പോഴാണ് നിങ്ങളെ വിളിപ്പിക്കേണ്ടത് ചോദിച്ചു. ഈ സമയം നമ്മളെ വിളിച്ചിട്ടില്ല. 8 മാസമായി. അതാണ് ഇനി നമ്മൾ കൊടുക്കാമെന്ന് പറയുക എസ്റ്റേറ്റ് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നു. എസ്റ്റേറ്റിൽ ആ സമയത്ത് ആവശ്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്ന് പ്രഖ്യാപിച്ച ഈ പറയുന്ന പാവങ്ങൾക്ക് കൊടുക്കാമെന്നും വീടുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൾക്കാരെ കൊണ്ട് ഇനി അത് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന്? അവരുടെ മനസ്സിലല്ല 750 കോടി എന്ന് പറഞ്ഞൊരു വലിയ ഫിഗർ വന്നു. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിലെന്ത് വന്നു? 750 കോടി എന്ന് പറയുന്ന ഒരു വലിയ ഫിഗർ വന്നു. ഞാൻ വേറെ ഉദാഹരണം പറയാം. കേരളത്തിലെ ഫർണിച്ചർ മാനുഫാക്ചർ അസോസിയേഷൻ ഈ പറയുന്ന വീടുകളിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് മുഴുവൻ ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ? നമ്മൾ ചാനലിൽ വന്നിട്ടാണ് പറഞ്ഞത്. കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന നഷ്ടപ്പെട്ട വീടുകളിലേക്ക് മുഴുവനുള്ള ഫർണിച്ചർ ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഇതുവരെ അവരെ വിളിച്ചാൽ എനിക്കറിയില്ല. ഈ സമയം വരെ അവർ വാടകയ്ക്ക് പോകുന്നവർക്ക് കൊടുക്കാനുള്ള ഫർണിച്ചർ അവിടെ എത്തിച്ചു കൊടുത്തു. അതുപോലും പ്രോപ്പറായിട്ട് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 200-300 വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന സാധാരണക്കാരുടെ കാര്യങ്ങൾ പോലും പ്രോപ്പറായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഈ സമയം വരെ ഒരു നോഡൽ ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തു. നോഡൽ ഓഫീസർ തിരുവനന്തപുരത്തിരിക്കുകയാണ്.
കേരളത്തിൽ വയനാട്ടിൽ പ്രോഗ്രാം നടത്തേണ്ട നോഡൽ ഓഫീസർ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അവിടെ ഇരുന്നിട്ട് കളക്ടറോട് പറയണം. പിന്നെ എന്തിനാണ് നോഡൽ ഓഫീസർ കളക്ടറെ നടപ്പിലാക്കിയാൽ പോരെ? അങ്ങനെയൊന്നും അല്ലല്ലോ. ശൈലിയോട് കൂടിയിട്ടും പ്രാപ്തിയോട് കൂടിയിട്ട് ഇത് ചെയ്യാൻ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, ഒരു കാര്യങ്ങൾ പോലും. ഇനി എന്താണ് ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നത്? എന്താ ഇനിയിപ്പം ഇവർ 27-ാം തീയതി തറക്കല്ലിട്ടതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ തീർന്നു നമ്മൾ കണക്കാക്കരുത്. ഈ ദുരിതം വീട് കിട്ടുന്ന അന്ന് വരെ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലേ? വീട് എന്നാണോ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നത് അന്ന് വരെ അവിടെ വീട് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ വീട് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് രോഗത്തിന് മരുന്ന് മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് തറക്കല്ലിടുന്നതോട് ഒരു പ്രശ്നം തീരുമല്ലോ, ആ പ്രശ്നം തീരില്ല. എന്നാണോ പിന്നെ ഇവർക്ക് ഈ ഭൂമി കയറി താമസിക്കാൻ പറ്റുന്നത്, അവർക്കൊരു ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുന്നത്, അന്ന് വരെ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്താണ്, അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ജോലി കൊടുക്കുമെന്ന് പറഞ്ഞോ? ഒരാൾക്കാണ് ജോലി കൊടുത്തത്. കേരളത്തിലെ എത്ര ആൾക്കാർക്ക് ഇവിടെ ജോലി കൊടുക്കുന്നു? എത്ര ആൾക്ക് ഒരു ദിവസം എത്ര ജോലികൾ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കും ഓരോ ദിവസങ്ങളിലും? ഈ പറഞ്ഞ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാം കൂടി പോയിട്ട് പറഞ്ഞതല്ലേ, അതായത് അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്നു. എത്ര പേർക്ക് ജോലി കൊടുത്തു? ഒരാൾക്കും ജോലി കൊടുത്തില്ല. അപ്പോൾ ഇന്ന് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ മിനിസ്റ്റർ പറയുന്നത് പരിശോധിക്കാമെന്നുള്ളത്. എന്താണ് ഈ പരിശോധിക്കുന്നത്? എത്ര നാളായി പരിശോധിക്കുന്നത്? ഞാൻ പറയുന്നത് രാജൻ മിനിസ്റ്റർ ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൊണ്ടുമാണ് വയനാട്ടിലെ ജനങ്ങൾ പൊട്ടിത്തെറിക്കാത്തത്. എനിക്ക് മനസ്സിലായ കാര്യമാണ് പൊട്ടിത്തെറിക്കാത്തത്. അദ്ദേഹം പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കാം എന്നുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് ശരി നടപ്പിലാക്കി വിശ്വസിച്ച് പോവുകയാണ്. ഈ സമയം നടപ്പിലാക്കില്ല എന്നുള്ള വിശ്വാസം വരികയാണ്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഇതിനുണ്ടാക്കുക. നിങ്ങളുടെ ടൗൺഷിപ്പ് പ്ലാൻ അവിടെ നടന്നോട്ടെ, അത് ആരും അതിനകത്ത് കയറി ഇടപെടുന്നില്ല. ടൗൺഷിപ്പ് നടപ്പിലാക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ വേണ്ടേ? ആ പ്ലാനെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഇടുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരാവശ്യമില്ല, ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇവരെവിടെയാണ് താമസിക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏതെങ്കിലും ശൈലി. നിങ്ങൾ രാവിലെ തുടങ്ങി നമ്മളിവിടെ ഒരു ദിവസം ഇൻ്റർവ്യൂ എടുക്കുമ്പോഴേ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ എടുത്താൽ നമ്മൾ 10-350 സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യില്ലേ? നമുക്കറിയാലോ. ഇവർക്ക് ഒരു മിനിസ്റ്റർ അവിടെ ഇരുന്നിട്ട് 2 ഉദ്യോഗസ്ഥനെ അവിടെ സൈഡിലിരുത്തിയിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഓരോരുത്തരെ കണ്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഓരോരുത്തരെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക, ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുക. ഇവർ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അദാലത്ത് നടത്തുന്നുണ്ടല്ലോ. ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലേ? ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നം തീർന്നുണ്ടോ? എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു അദാലത്ത് നടത്തിക്കൂടാ? അവിടെ ഓരോരുത്തരിൽ നിന്ന് ആ ദുരിതം അനുബന്ധിച്ച ലിസ്റ്റ് എടുത്തിട്ട് ആ സമയം കൊടുത്ത് ഇന്ന സമയത്ത് നിങ്ങൾ വന്നുകൊള്ളൂ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ ആരൊക്കെ ടൗൺഷിപ്പിൽ നിൽക്കും, അവരുടെ മനസ്സിലെന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ജീവിതമാർഗ്ഗം എന്താണ്. ഇത് കറക്റ്റായിട്ട് കേട്ടിട്ട് നടപ്പിലാക്കാനുള്ള സംവിധാനം ഈ സർക്കാരിന് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു അവിയൽ പരുവുണ്ടാക്കി ആക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് മിനിസ്റ്റർ വന്നിട്ട് എല്ലാവരെയും കേട്ടിട്ട് ശരി എല്ലാം നടപ്പിലാക്കാന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ഇന്നും രാജ മിനിസ്റ്റർ അവിടെ ഉണ്ട്, തിരിച്ചുപോയി. ഇന്ന് അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒന്നും നടന്നില്ല. ഞാനിവിടെ കയറുന്നതിന് മുന്നേ അവിടെ വിളിച്ച് സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ദയവ് ചെയ്തിട്ട് ഈ ആൾക്കാർ 2-3 മിനിസ്റ്റർമാർ അവിടെ പോയിട്ട് ഈ ആൾക്കാരെ കേൾക്കാൻ തീരുമാനിക്കുക. ഫസ്റ്റിലെ അവരുടെ മനസ്സിലെന്താണുള്ളതെന്ന് കേൾക്കാൻ തീരുമാനിക്കുക. കേൾക്കുമ്പോൾ തന്നെ അതിനൊരു കറക്റ്റ് പ്ലാൻ വരും. അത് കഴിഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങളിൽ സർക്കാരിന് ചെയ്തു കൊടുക്കാൻ, ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണം എന്നല്ല പറയുന്നത്, സർക്കാരിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് അവരോട് പറയുക. അതിന് ശേഷമുള്ള അവർ സ്വന്തം കണ്ടെത്തിക്കോളും. കാരണം ഒരു അപകടമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ജീവിതാവസാനം വരെ അവരെ സംരക്ഷിക്കണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഇപ്പോൾ താൽക്കാലികമായി അവർക്കുള്ള ജോലിക്കുള്ള സംവിധാനം, താൽക്കാലികമായി അവർക്ക് താമസിക്കാനുള്ള സംവിധാനം, താൽക്കാലികം അവരെ മരുന്ന് മേടിക്കാനുള്ള സംവിധാനം, ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം, ഇതൊക്കെയാണല്ലോ താൽക്കാലികമായി ചെയ്തു. ഇതെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം ചെയ്യില്ല. റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമി എല്ലാവരും കൂടെ രാവിലെ തുടങ്ങി ലൈവത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട് അവിടെ മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. അവിടെ മാറ്റങ്ങൾ വരണമെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് സർക്കാർ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. പിന്നെ ഇതിന് കുറേ സർക്കാരിനെ കുറ്റം പറഞ്ഞു. നമ്മളിവിടെ ഇരുന്ന് എല്ലാവരും കൂടെ അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും കൂടെ കുറേ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ എന്താണോ സർക്കാർ ചെയ്യേണ്ടത് അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. മനസ്സിലാക്കി ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ടൗൺഷിപ്പ് ഒന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല, ദുരിതബാധിതർക്ക് ആവശ്യമില്ല. ദുരിതബാധിതർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ ദുരിതബാധിതരോട് ചോദിക്കുക. ഇപ്പം നമ്മൾ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു, എന്താണ് നമ്മുടെ മനസ്സിലുള്ള പ്ലാനാണ്, അത് അംഗീകരിച്ചോണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ദുരിതം ബാധിച്ചവർ അത് അംഗീകരിച്ചോണം നിർബന്ധമുണ്ടോ? സർക്കാരിൻ്റെ മനസ്സിലൊരു പ്ലാനാണ് വയനാട്ടിലെ എൽസൺ എസ്റ്റേറ്റിൽ ഒരു ടൗൺഷിപ്പ് വേണമെന്നത്. അത് ദുരിതബാധിതരെ അനുഭവിച്ചു എടുക്കണമെന്ന് ഒരു തീരുമാനമില്ലല്ലോ, ഒരു നിർബന്ധമില്ലല്ലോ അവരെടുത്തോണമെന്ന്. ആ തീരുമാനം ആരോട് സംസാരിക്കണം? ദുരന്തബാധിതരോട് സംസാരിക്കണം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഞങ്ങൾ കേൾക്കാം. അത് ഞാൻ പറയുന്ന ഓരോരുത്തരെ കണ്ട് സംസാരിക്കണം എന്നാണ്. അല്ലാതെ അവിടെ ഇരിക്കുന്ന കുറേ രാഷ്ട്രീയ BJP-ക്കാരുടെ കുറേ നേതാക്കന്മാരെയും കോൺഗ്രസ്സുകാരുടെ കുറേ നേതാക്കന്മാരെയും CPM-കാരുടെ കുറേ നേതാക്കന്മാരെയും വിളിച്ചിരുത്ത് നേതാക്കന്മാരെ അഭിപ്രായം കേട്ടിട്ട്
നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അത് എവിടെ എത്തില്ല, അത് സാധാരണക്കാരൻ ജനങ്ങളിലേക്ക് എത്തില്ല. ജനങ്ങളിലേക്ക് എത്തുന്ന മാത്രം ആ ഈ പറയുന്ന സാധാരണക്ക് വിളിച്ച് ഈ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ സാറേ, 100-400 ആൾക്കാരേ ഉള്ളൂ. ഈ 400 ആൾക്കാർ ഇൻഡിവിജ്വലായി വിളിച്ച് കേട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. പൈസ കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൂടെയാണല്ലോ കൊടുക്കുന്നത്, വീട് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ കൂടെയാണല്ലോ കൊടുക്കുന്നത്, അവരുടെ പേരിലാണ് എഴുതി കൊടുക്കുന്നത്. അത് ഇൻഡിവിജ്വലായി കേട്ട് തീരുമാനിക്കാനുള്ള സംവിധാനങ്ങളും കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ സർക്കാർ തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പുറം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദയവ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയവും കേന്ദ്രത്തെയും കേരളത്തെയും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ എന്താണ് ഈ 2000 വേണോ 3000 വേണോ അല്ലെങ്കിൽ പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് വേണോ 750 സ്ക്വയർ ഫീറ്റ് വേണോ എന്ന് സംസാരിച്ച് ഇനി എസ്റ്റേറ്റ് വേണോ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റ് വേണ്ട മറ്റേ എസ്റ്റേറ്റാണ് ഈ പറയുന്ന ടൗൺ പ്ലാനിങ്ങും ടൗൺ ഷിപ്പും മാത്രമേ വയനാട്ടിൽ നടപ്പിലാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമയം കളയാൻ നിൽക്കരുത്. ഒരു ദിവസം മുന്നേ ആ പാവങ്ങളുടെ കയ്യിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന പൈസ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം സർക്കാർ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിൻ്റെ മേലെ ഇവരെ കൈവിട്ടു പോയാൽ ഈ പറയുന്ന ന്യായങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കേരളത്തിൽ പൈസ കൊടുത്ത മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 100 രൂപയും 50 രൂപയും 750 രൂപ കൊടുത്ത ആൾക്കാരുണ്ട്. 750 കോടി രൂപ വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ അകത്ത് 50 ലക്ഷവും 1 കോടിയും കൊടുത്തവരെ വിരലിൽ എണ്ണാൻ പറ്റുന്നവരേ ഉള്ളൂ. ബാക്കി കൊടുത്ത പൈസകൾ മുഴുവൻ തുച്ഛമായ പൈസകൾ അക്കൗണ്ടിൽ കൂടി ഇട്ട് കൊടുത്താൽ ഇത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളാണെന്നും കൂടെ ഈ സർക്കാർ ഓർത്താൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇതിപ്പോൾ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥ വീഴ്ചയായി മാത്രം അതിനെ കാണാൻ പറ്റില്ല. ഏറ്റവും ആവർത്തന വിരസമായ പ്രതികരണങ്ങളാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നതെന്ന് പറയേണ്ടി വരും. കാരണം കുറച്ച് കാലമായി നമ്മൾ ഒരേ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കും കേൾക്കും നടപടിയെടുക്കും ചെയ്യാൻ പോകുന്നു എന്നുള്ള കേട്ട് അത് നമുക്കറിയാം എന്താ പറയാൻ പോകുന്നത് അറിയാമെന്നുള്ള അവസ്ഥയിലേക്ക് നമുക്കിപ്പോൾ വനമന്ത്രി പറയുന്ന പോലെ തന്നെയാണ്. അതേപോലെ തന്നെ അത് കേട്ട് വല്ലാതെ ബോറടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത എന്ത് എന്നുള്ള സംശയത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ പറയുന്നു 2 എസ്റ്റേറ്റ് വേണ്ട, ഒറ്റ എസ്റ്റേറ്റിൽ കാര്യം നടക്കുമെന്ന്. ഏത് സമയമാണ് പറയുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ നെടുമ്പാല എസ്റ്റേറ്റ് വേണ്ട, ഈ എൽസ്റ്റോൺ മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് ഈ അവസാന നിമിഷം വരും. അപ്പോൾ 2 എസ്റ്റേറ്റിൽ ഉൾക്കൊള്ളിക്കാവുന്ന ആൾക്കാരെ ഒറ്റ എസ്റ്റേറ്റിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നത്? അപ്പോൾ അതിലൊരു പഠനം എപ്പോഴാണ് നടന്നതെന്ന് സംശയമുണ്ടല്ലോ. ഇപ്പോൾ കിഫ്ബിക്ക് കീഴിലുള്ള കിഫ്കോണിനെയാണ് ഈ ടൗൺഷിപ്പ് ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഒറ്റ എസ്റ്റേറ്റിലേക്ക് മാറുന്നത്? അപ്പോൾ അവിടുത്തെ ഹൈ ടെൻഷൻ ലൈനുകളൊക്കെ മാറ്റി അവിടെ ഇപ്പോഴുള്ള ബിൽഡിങ്ങുകളൊക്കെ മാറ്റി അവിടെ കൂടി ഈ ജനവാസ കേന്ദ്രമാക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. 27 തറക്കൽ ഇടും എന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ പഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റിനുള്ള അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വേഗം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. 27 തറക്കല്ലിടും എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് അവിടെയുള്ള സമരം, അവരുടെ ആധാർ കാർഡുകൾ അടക്കം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവർ ആ സമരത്തിലേക്ക് വന്നത്. ഇന്ന് അവിടെ പോയി ഇപ്പോൾ മന്ത്രി കെ രാജൻ്റെ സംസാരിക്കാനുള്ള ഒരു മിടുക്ക് കൊണ്ട് അവരെ സമരക്കാരെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു. പക്ഷേ അത് എത്ര സമയത്തേക്കാണ്? നമുക്ക് എല്ലാ ഘട്ടത്തിലും ഇതിൽ രാഷ്ട്രീയമായി ഇതിനെ കാണരുത് എന്ന് പറഞ്ഞല്ലോ. നമ്മളിതിൽ രാഷ്ട്രീയമായി കണ്ടിട്ടേയില്ല. ഇതിൻ്റെ തുടക്കം മുതൽ നമുക്കറിയാം. മോദി ഇവിടെ വന്ന്, പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോയി, അതിനുശേഷം നടപടി ഉണ്ടാകാത്ത ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ ഭയപ്പെട്ടു. കാരണം നമ്മൾ അവിടെയും പ്രതീക്ഷിച്ചു പ്രധാനമന്ത്രി ഉടനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നീട് സർക്കാരുമായി ഒത്തുതന്നെയാണ് പ്രതിപക്ഷം ഒരുമിച്ച് പോയിരുന്നത്. ഒരുമിച്ച് തന്നെ പ്രമേയം പാസ്സാക്കിയിരുന്നു. ആ ഒരുമിച്ചുള്ള പോക്കാണ് നമ്മൾ കണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം മാത്രമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അപ്പോൾ എത്രത്തോളം സർക്കാർ ആത്മാർത്ഥതയിൽ കാണിക്കുന്നെന്ന സംശയത്തിൽ നിന്നാണ് ഇതിൽ ഈ കാര്യങ്ങൾ വരുന്നത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി 242 ഗുണഭോക്താക്കളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 52 പേരുടെ അപേക്ഷ അവർ പരിഗണിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ മേപ്പാടി പഞ്ചായത്തിലെ 107 അതിജീവനക്കാരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അവരോട് ടൗൺഷിപ്പിൻ്റെ ഭാഗമാകാൻ വേണ്ടി സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇതിൽ 12 പേര് മാത്രമാണ് സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടത്. അതെന്തുകൊണ്ടാണ്? നേരത്തെ ഈ പറഞ്ഞതുപോലെ 7 സെൻറ്റും വീടും എന്നാണല്ലോ പറയുന്നത്, 15 ലക്ഷവും അല്ലേ? അപ്പോൾ 7 സെൻറ്റ് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് 10 സെൻറ്റ് എന്നായിരുന്നു, അത് 7 സെൻറ്റായി മാറി. അപ്പോൾ ഇതിൽ കൃത്യമായൊരു തീരുമാനമില്ല. മാത്രമല്ല സർക്കാർ നൽകുന്ന ഭൂമി 12 വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആ നിബന്ധനകളോടൊക്കെ വിയോജിപ്പോടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ സംശയം അവിടെ നിൽക്കുകയാണ്. ഈ 15 ലക്ഷം രൂപ ധനസഹായം, 7 സെൻറ്റിൽ 20 ലക്ഷം രൂപയുടെ വീട്, ഈ നിബന്ധനകളിലും പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു അഭിപ്രായ ഏകീകരണം ഉറപ്പായിട്ടും സാധ്യമാകില്ല. ഇത്രയും ആളുകൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട രൂപത്തിൽ എങ്ങനെയാണ് ആ സഹായം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ലല്ലോ. പിന്നീട് ചില മാധ്യമങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ സാമ്പത്തിക ബാധ്യത 22 കോടിയാണെന്നാണ് പറയുന്നത്. ഇതിൽ പലിശ 7 കോടി ബാങ്കുകൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം, പക്ഷേ ബാക്കി കടം എഴുതിത്തള്ളേണ്ട കേന്ദ്രമാണ് എന്നുള്ള കാര്യം പറയുന്നു.
ഈ 15 കോടിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന് ഈ ജനം പിരിച്ചു നൽകിയത് 732 കോടി. 732 കോടിയാകുമ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് വേണ്ടി ഓരോ ആളുകൾക്കും 35-45 ലക്ഷം കൊടുത്താലും പിന്നെയും ഉണ്ടാവും ബാക്കി, അല്ലേ? അപ്പോൾ നമ്മൾ ജനം പിരിച്ചു നൽകിയ, നല്ല സമ്പന്നരായവരും സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ പിരിച്ചു നൽകിയ പണം എന്നുള്ളത് 723 കോടിയാണ്. തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ആകെ ബാധ്യത എന്ന് പറയുന്നത് പരമാവധി 400 കോടി മാത്രമേ ആകുകയുള്ളൂ. അപ്പോൾ അതിൽ തൊടാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കേന്ദ്രം തരുന്നതിന് സമയപരിധി പറഞ്ഞു. ശരിയാണ്, ആ സമയപരിധി നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്മേൽ വാദിക്കാം, കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ തുടരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, കേരളം എന്ത് ചെയ്തു എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണോ? അത് ചെയ്യുന്നില്ല. വീടുകളുടെ കാര്യത്തിലും അതിനപ്പുറത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ വളരെ വിശദമായി തന്നെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ജോലിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആൾക്കാണ്, എല്ലാം നഷ്ടപ്പെട്ട ഒരൊറ്റ ആൾക്ക് മാത്രമാണ് തൊഴിൽ നൽകിയിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് സർക്കാർ ന്യായീകരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നഷ്ടം സംഭവിച്ചവരുടെ കണക്കെടുത്തപ്പോൾ പലരും പറഞ്ഞു ഞങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു, പിന്നെ ലിസ്റ്റിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രതികരിക്കുന്നവരെ നമ്മൾ കണ്ടിരുന്നു. ഇരട്ടിപ്പുണ്ടായി എന്ന് മന്ത്രി പറഞ്ഞു, ആ ഇരട്ടിപ്പ് മാറ്റി എന്ന് പറഞ്ഞു. ഇരട്ടിപ്പൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പറയുന്ന ഇതിന് പറ്റിയ ഉദ്യോഗസ്ഥരല്ലെങ്കിൽ അവർ എന്താണോ മാറ്റാത്തത്? ഇത്ര കാലമായി മന്ത്രിമാർക്ക് ചുമതലയുണ്ടായിരുന്നല്ലോ, വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്താണ് പിന്നീട് ആ ഘട്ടത്തിൽ മാത്രം, അവിടെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ മാത്രം പ്രവർത്തിച്ച് മടങ്ങിയായിരുന്നു? ഈ കാര്യത്തിൽ സർക്കാരിനൊപ്പം നിന്നവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. സർക്കാരിനൊപ്പം നിന്നതാണ് പ്രതിപക്ഷം. അപ്പോൾ അവരെയെല്ലാം അവിശ്വാസത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ദുരന്തബാധിതരെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സമരം മാറി നിന്നു എന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം അവസാനിക്കുന്നു എന്നില്ല. ഓരോരുത്തരെയായി കേൾക്കാൻ, നേരത്തെ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞ പോലെ ഓരോരുത്തരെയായി കേൾക്കാൻ സർക്കാർ തയ്യാറാകണം. പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, വാടക നൽകാനുള്ള ബുദ്ധിമുട്ട്, ജോലിയില്ലാത്ത അവസ്ഥ, ഇതെല്ലാം അനുഭവിക്കുന്ന നിരവധി പേരാണുള്ളത്. ഇനി ഈ ടൗൺഷിപ്പിലൊക്കെ വിഭാവനം ചെയ്യുന്നു. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഒരു വലിയ ഗംഭീര ടൗൺഷിപ്പ് വരുമെന്നൊക്കെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പ്രതീക്ഷ പ്രകടിക്കുന്നു. അതിലൊരു ഗംഭീര ടൗൺഷിപ്പ് ആകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ടൗൺഷിപ്പൊക്കെ ആകുമായിരിക്കും. ഈ പറയുന്ന സൗകര്യങ്ങൾ എത്രത്തോളം എന്ന് നമുക്ക് പുത്തുമലയിൽ നമ്മൾ കണ്ടതാണ്. വീടുകൾ വെച്ച് കൊടുത്തിട്ട് എത്ര പേർ ആ വീടുകളിൽ താമസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് യഥാർത്ഥ ആവശ്യം, എന്താണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ എല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിനായി ഇതിനകം തന്നെ 120 കോടി മുടക്കിക്കൊണ്ട് റോഡ് വരുന്നു, പാലം പുനർനിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. കോടതി പോലും പല ഘട്ടത്തിലും വിമർശിച്ചപ്പോൾ അയ്യോ ഇപ്പോൾ വിമർശിക്കാനായോ എന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾ സംശയിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിനെയാണ് കോടതി പലപ്പോഴും വിമർശിച്ചിരുന്നത്. ഇപ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയാണ്. കാരണം അത്രത്തോളം ആത്മാർത്ഥത കുറവ് ഈ വിഷയത്തിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ഫൈനൽ ലിസ്റ്റ്, നഷ്ടം സംഭവിച്ചവരുടെ ഫൈനൽ ലിസ്റ്റ് ഇപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ നിസ്സംഗമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. സുജിയ, സർക്കാർ നിസ്സംഗമാണ് എന്ന് ഒരിതിലേക്ക് ഈ വിഷയം ചുരുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിസ്സംഗതയല്ല, ഇത് കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തതാണ്. കെടുകാര്യസ്ഥത എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടി ചേരുക. ഇത്രയും കാലമായിട്ടും ഒന്നും ചെയ്ത് തീർക്കാൻ കഴിയാത്ത ഒരു സർക്കാർ സംവിധാനം, ഇതിൽ ദുരിതബാധിതരെ എന്താണ് അവരോട് കാണിക്കുന്ന സമീപനം എന്നുള്ളത് നമ്മൾ പലതവണ പല ചർച്ചകളിലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ ദുരിതം കണ്ട് സഹായിച്ച ജനങ്ങളും കൂടി ഇപ്പോൾ പരിഹസിക്കപ്പെട്ട് നിൽക്കുകയാണ്. നമ്മളടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഒരു സഹായത്തിനായി വയനാടിൻ്റെ ദുരിതം കണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഓരോ സിംഗിൾ കോൺട്രിബ്യൂട്ടറെയും പരിഹസിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വാർഷികമാണ്. ആ വാർഷികമാകുമ്പോഴേക്കും ഇവിടെ തറക്കല്ലിടാൻ പോവുകയാണ്. തറക്കല്ലിട്ട് കഴിഞ്ഞ് എപ്പോഴത്തേക്കാണ് ഈ ടൗൺഷിപ്പ് വരിക? ആ ടൗൺഷിപ്പിൽ താമസിക്കാൻ പോകുന്നത് എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ നെടുമ്പാല എസ്റ്റേറ്റ് ഒന്നും ആവശ്യം വരില്ല എന്നതാണ് സർക്കാർ ഇപ്പോഴേ ഹൈക്കോടതിയിൽ പറയുന്നത്. കാരണം എൽസ്റ്റഡിൽ ഉണ്ടാക്കാൻ പോകുന്ന എസ്റ്റേറ്റിൽ തന്നെ താമസിക്കാൻ എത്ര പേർ കാണും? കളക്ടർ 2 ദിവസമായി ഇരുന്ന് സിറ്റിംഗ് നടത്തുന്നുണ്ട്. ആ സിറ്റിംഗായി നടക്കുന്നു എന്നല്ലാതെ ആർക്കും അതിൽ താമസിക്കാനോ അതിനുള്ള ഒരു താല്പര്യവുമില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒരു വ്യക്തത കുറവുണ്ട്. ആ വ്യക്തത കുറവ് എന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റുമെന്ന് നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റിനെ കൂടുതലായി ചൂണ്ടിക്കാട്ടാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. ഇവിടെ പുനരധിവാസത്തിനായി എത്തിയ സംഘടനകളെ, വ്യക്തികളെ, സർക്കാരുകളെ ഒക്കെ നെഗറ്റീവാക്കി വിടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ സഹായമൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന തുക കൂടി സ്വീകരിച്ചിരുന്നെങ്കിൽ കേന്ദ്ര സഹായത്തിൻ്റെ ആവശ്യം തന്നെ വരില്ലായിരുന്നു. കേന്ദ്രം സഹായിക്കേണ്ടതാണ്, ആ സഹായം ഇവിടെ കിട്ടേണ്ടതുമാണ്. അത് വൈകുന്നത് ശരിയുമല്ല. പക്ഷേ ഇവിടെ ഈ ഒരു അനാസ്ഥ, കാര്യങ്ങൾ തങ്ങളുടെ കയ്യിലേക്ക് ഫണ്ട് വരുമ്പോഴും അത് വൃത്തിയായി കൈകാര്യം ചെയ്യാൻ, സമയബന്ധിതമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, അതൊന്നുകിൽ നീക്കിവെക്കുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളുടെയും സമയമാകുമ്പോഴേക്കും ബ്രാൻഡ് ചെയ്താൽ മതി. കേരള മോഡൽ പുനരധിവാസം എന്ന് നന്നായി ബ്രാൻഡ് ചെയ്യാൻ കഴിയും. 3.0യിലേക്കുള്ള പോക്ക് നേരത്തെ കോവിഡ് കാലത്തെ
അതുപോലെ തന്നെ പ്രളയകാലത്തെയൊക്കെ കിറ്റുകളുടെ ഒരു തുടർച്ചയാണ് ഈ വരുന്ന ഈ പുനരധിവാസവും എന്ന് സംശയിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ ഇന്ന് പറഞ്ഞതാണ്. സർക്കാർ പറഞ്ഞത് എന്താണ്? ആദ്യഘട്ടത്തിൽ 430 കുടുംബങ്ങൾക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ ആവശ്യം വരികയുള്ളൂ. നെടുമ്പാല വേണ്ടി വന്നാൽ ഏറ്റെടുത്താൽ മതി, വേണ്ടി വരില്ല എന്നുള്ളത് സർക്കാർ ഉറപ്പാക്കുകയാണ്. ഹാരിസൺസ് മലയാളത്തിൻ്റെ എസ്റ്റേറ്റ് വേണ്ടി വരില്ല എന്നൊരു സർക്കാരിന് ഇന്നേ ഉറപ്പാണ്. കാരണം തങ്ങൾ ചെയ്യാൻ പോകുന്നത് മിനിമൽ ആയിരിക്കും എന്നുള്ളത് സർക്കാരിന് ഇപ്പോൾ തന്നെ അറിയാം. നടക്കാത്ത കാര്യത്തിന് ഒരു എസ്റ്റേറ്റ് കൂടി എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ, പണം കൊടുക്കുകയും വേണം. ഇതിലാണ് മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ പ്രഖ്യാപിച്ച ആളുകൾ, സ്വകാര്യ വ്യക്തികളുടെയൊക്കെ പല വീടുകൾ അല്ലെങ്കിൽ സഹായമൊക്കെ ഈ ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ടൗണിനടുത്ത് തന്നെയാണ്. അപ്പോൾ വയനാട്ടിൽ ടൗണിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ അവിടെ 100 വീടുകൾ നിർമ്മിക്കുന്നതിന് മുസ്ലിം ലീഗിന് കഴിയും. അത് ഇപ്പോൾ നോമ്പുകാലം കഴിയുമ്പോൾ, റമദാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വീടുകളുടെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. റമദാൻ എന്ന് പറയുന്നത് ഈ മാസം അവസാനമാണ് റമദാൻ. അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ അവിടെ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ 27-ാം തീയതി മുഖ്യമന്ത്രി നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. കളക്ടറുടെയൊക്കെ സാന്നിധ്യത്തിൽ ഗ്രാൻഡായിട്ട് തറക്കല്ലിട്ട് കഴിഞ്ഞിട്ട് അതിൽ ആ തറക്കല്ലിട്ട ഇടത്തേക്ക് ഈ ടൗൺഷിപ്പ് ഉയർന്ന് അതിൽ ആളുകൾ താമസിച്ച് വരാനൊക്കെ ഒരു വർഷമെങ്കിലും എടുക്കുന്ന രീതിയിലായിരിക്കും ഈ സംവിധാനം എന്നുള്ളതും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. കാരണം 2026 മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. അതിനായിട്ടുള്ള നേരത്തെ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബിയെക്കുറിച്ചായിരുന്നു ബ്രാൻഡിംഗ് എങ്കിൽ ഈ വീടുകളുടെ നിർമ്മാണം അത് നന്നായി പൂർത്തിയാക്കിയതും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബ്രാൻഡിങ് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണാൻ പോവുക. അതിൽ പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ 3 രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൽ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പടവെട്ടിക്കുന്നുകാരുടെ ദുരിതം അത് കാണാതെ പോയതൊന്നും ശരിയല്ല. കാരണം അവിടെയുള്ള മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവരിലേക്കും സഹായം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിസ്സംഗത കാണിക്കാത്ത ഒരാളാണ് റവന്യൂ മന്ത്രി എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം കുറച്ചെങ്കിലും സെൻസിറ്റീവായി ഈ വിഷയങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. അതിനെ നമ്മൾ നെഗറ്റീവായി കാണേണ്ടതില്ല. അന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയം മുതൽ തന്നെ കെ രാജന്റെ ഒരു സമീപനം അതാണ്. പക്ഷേ അദ്ദേഹം നിസ്സഹായനാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മാത്രമായി എടുത്തൊരു തീരുമാനത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. എവിടെയൊക്കെയോ ഇത് തടഞ്ഞു നിൽക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ തെറ്റായ ഉപദേശങ്ങൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. കാരണം കോടതിയുടെ മുന്നിൽ അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാർ നാണം കെടാൻ പോകുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിലാണ് ഈ 7 സെന്റ് ഭൂമിയും വീടും അത് 5 സെന്റിൽ നിന്ന് 7 സെന്റാക്കി ഉയർത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധം ഉയർന്നപ്പോൾ 7 സെന്റ് ഭൂമിയും വീടും ടൗൺഷിപ്പിൽ താല്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം, അവരാവശ്യപ്പെടുന്നത് 40 ലക്ഷമാണ്, അല്ലെങ്കിൽ 10 സെന്റ് ഭൂമിയും വീടുമാണ്. അപ്പോൾ ഈ രണ്ടിലും ഒരു സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല. അതിലിപ്പോൾ അവലോകനയോഗം എത്ര ചേർന്നാലും ഈ തുക കൊടുക്കാമെന്ന് സമ്മതിക്കുന്നതല്ലാതെ അതിൽ മറ്റൊരു സെറ്റിൽമെന്റ് നടക്കാനുമില്ലല്ലോ. അവിടെയാണ് ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ സമരം. ആ സമരം നടക്കുമ്പോൾ അവിടെ തുടർ ചികിത്സ മുടങ്ങിയവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്നത് എന്താണെന്നോ അത് കേട്ടിരുന്നോ? ടാറ്റയുടെ സഹായത്തോടെ വൈത്തിരിയിൽ 7 കോടി രൂപ മുതൽ മുടക്കി ഒരു ട്രോമ കെയർ സ്ഥാപിക്കും. അടുത്ത പ്രഖ്യാപനമാണ്, ട്രോമ കെയർ സ്ഥാപിക്കും. ഇപ്പോഴേ ട്രോമയിലാണ് ആ മനുഷ്യർ. അവർക്കായി ഇനി ഒരു ട്രോമ കെയർ ഒക്കെ സ്ഥാപിച്ച് അവിടെ ചികിത്സയൊക്കെ ഉറപ്പാക്കും എന്നതാണ് പ്രഖ്യാപനം. ഗംഭീരമായിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൽ ഇന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് കാർഡാണ്. സ്മാർട്ട് കാർഡ് ഏപ്രിൽ മുതലാണ്, അതായത് അടുത്ത മാസം മുതൽ സ്മാർട്ടായാൽ മതി. ഇപ്പോൾ ദുരന്തമൊക്കെ കഴിഞ്ഞ് 8-9 മാസമായല്ലോ. അപ്പോൾ ഏപ്രിൽ മുതൽ 6 മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള 1000 രൂപയുടെ കൂപ്പൺ, അതാണ് ഈ സ്മാർട്ട് കാർഡിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ദുരന്ത ഭൂമി കിടക്കുന്നത് കണ്ടിരുന്നോ? അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും കാണണം. അന്ന് കണ്ടതുപോലെ തന്നെയാണ്. അവിടുത്തെ മാലിന്യ നീക്കം പോലും നടന്നിട്ടില്ല. ആ മാലിന്യ നീക്കവും പ്രഖ്യാപനമുണ്ട്. അടുത്ത മാസം മുതൽ ആ മാലിന്യ നീക്കവും തുടങ്ങും. ഈ മാലിന്യ നീക്കത്തിന് കേന്ദ്രത്തിന്റെ എന്ത് സഹായം നോക്കിയിരുന്നത് ഇത്രയും മാസം? അക്കാര്യങ്ങൾ പോലും ചെയ്യാൻ അവിടെ കഴിഞ്ഞില്ലല്ലോ. പ്രാഥമികമായി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോലും അവിടെ സാധിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദിനപത്തയുടെ കാര്യത്തിൽ എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കുടിശ്ശികയൊക്കെ തീർക്കും. പെൻഷന്റെ കാര്യത്തിലെ പോലെ തന്നെ ഗഡുക്കളായിട്ടാണെങ്കിലും ആ കുടിശ്ശിക തീർക്കും. ദുരിതബാധിതർക്കുള്ള 300 രൂപ സഹായം 9 മാസത്തേക്കാണ് നീട്ടിയത്. 3 മാസത്തിന് ശേഷം 9 ആയിരുന്നു എക്സ്റ്റെൻഡ് ചെയ്തത്. അത് 5 മാസം, ഇനി ഒരു 4 മാസം അത്രയും ചേർത്ത് കൊടുക്കും. അതിന്റെ കുടിശ്ശിക അടക്കം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ആരെയും ഒഴിവാക്കില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 7-ാമത്തെ 8-ാമത്തെ തവണയാണ് മന്ത്രി രാജൻ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ആരെയും ഒഴിവാക്കില്ല എന്നത് നല്ല കാര്യമാണ്. ആരെയും ഒഴിവാക്കരുത്, എല്ലാവരിലേക്കും സഹായം എത്തണം. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർക്കാരിന് നിസ്സംഗതയല്ല, ഉത്തരവാദിത്തമില്ലായ്മയാണ്. കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർക്ക് കണ്ട് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് കളക്ടറേറ്റ് മുന്നിലേക്ക് ആധാർ കാർഡും വലിച്ചെറിഞ്ഞ് ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ അവർ തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത്. അത് സർക്കാർ കണ്ട് സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. 3.0യ്ക്ക് വേണ്ടി ബ്രാൻഡ് ചെയ്യാൻ വെക്കാതെ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്താൽ സർക്കാരിനുള്ള. സർക്കാർ നിസ്സംഗമോ എന്നതായിരുന്നു ചോദ്യം. നിസ്സംഗമാണെന്ന് തന്നെയാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.